ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സാംസങ് ഗാലക്സി S23യുടെ ഒരു സോർട്ട് ഓഫ് ലോങ് ടേം റിവ്യൂ ആണ് ഇടാൻ പോകുന്നത്. ഇപ്പോൾ സാംസങ് ഗാലക്സി S23 എനിക്ക് ഒരു 8-9 മാസത്തോളമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ 8-9 മാസത്തിൽ എനിക്ക് എന്തൊക്കെയാണ് ഈ ഫോണിൽ ഇഷ്ടപ്പെട്ടത്, എന്തൊക്കെയാണ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് സാംസങ് ഗാലക്സി S21 FE ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഞാൻ എന്തുകൊണ്ടാണ് സാംസങ് ഗാലക്സി S21 FE കയ്യിൽ വെച്ചിരിക്കുന്നത്. ബിക്കോസ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സാംസങ് ഗാലക്സി S23യുടെ ഫ്രണ്ട് ക്യാമറയുടെ പോർട്രേറ്റ് വീഡിയോ മോഡിലാണ്. അപ്പോൾ നിങ്ങൾ പറയുക ക്വാളിറ്റി ഇങ്ങനെ ഉണ്ടെന്ന്, ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ പ്രോസ് എന്താ കോൺസ് എന്താ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്പ്ലേ ക്വാളിറ്റിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഡിസ്പ്ലേ ക്വാളിറ്റി ഇംപ്രസീവ് ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. ലൈക്ക് നിങ്ങൾക്ക് സ്പെസിഫിക്കേഷനെ പറ്റിയൊന്നും പറഞ്ഞാൽ സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എന്നാലും ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ഇംപ്രസീവ് ആണ്. പക്ഷേ ഇതിൽ ചിലർക്ക് ഒരു ഡ്രോബാക്ക് തോന്നിക്കും. എനിക്ക് പേഴ്സണലി ആ ഡ്രോബാക്ക് ഇല്ല. ലൈക്ക് ഞാൻ ഇതിൽ നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം, യൂട്യൂബ് വീഡിയോസ്, മൂവീസ് കണ്ടിട്ടുണ്ട്, സീരീസ് ഒക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. നല്ല ഇംപ്രസീവായി ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് സാംസങ് ഗാലക്സി S23യിൽ. പക്ഷേ ചിലർക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് കാരണം അത്ര അൺകംഫർട്ടബിൾ ആയിരിക്കില്ല. ചിലർക്ക് വലിയ 6.7 ഇഞ്ചസ് 6.8 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേയിലെ ഫോണുകളാവും ഇഷ്ടം, മൾട്ടിമീഡിയ കണ്ടന്റ്സ് കാണാൻ വേണ്ടിയിട്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഫോണല്ല അത്. എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നം വന്നിട്ടില്ല. പക്ഷെ വലിയ ഡിസ്പ്ലേയിൽ മീൻസ് അധികം നിങ്ങൾ മൾട്ടിമീഡിയ വലിയ ഫോണിൽ യൂസ് ടു ആണെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്കുള്ളതല്ല. ഓക്കെ, പക്ഷേ വീഡിയോ ക്വാളിറ്റി എല്ലാം ഇംപ്രസീവ് ആണ്. ലൈക്ക് ഡിസ്പ്ലേ ക്വാളിറ്റി ഇംപ്രസീവ് ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഈ സാംസങ് ഗാലക്സി S23യിൽ ഒരു മൂവി കണ്ടിട്ട് ആ സെയിം മൂവി ഒരു 23,000 ഒരു ആംബ്ലറ്റ് ഡിസ്പ്ലേയിൽ പോയി കാണുക വെച്ചാൽ ഇത്ര നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് തോന്നിക്കില്ല. അത് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം. ഓക്കെ, പിന്നെ അടുത്തത് ക്യാമറ. അപ്പം ഞാൻ ഇവിടെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ക്യാമറയെ പറ്റി പറയാന്ന് വെച്ചാൽ ക്യാമറ സൂപ്പർബാണ്. ലൈക്ക് ഒരു 8 months മുമ്പ് ഞാൻ മേടിച്ചപ്പോൾ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയുടെ കളർ സയൻസ് കുറച്ച് വ്യത്യാസമായിരുന്നു. പക്ഷെ അപ്ഡേറ്റ് വന്നിട്ട് ഇതിൻ്റെ കളർ സയൻസ് കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്നല്ല പറയണത്, പക്ഷെ കളർ സയൻസ് കുറച്ച് ചേഞ്ച് ആക്കിയിട്ടുണ്ട് സാംസങ് ഗാലക്സി S23യിൽ അപ്ഡേറ്റ് കൊടുത്തിട്ട്. ഓക്കെ, അപ്പോൾ സത്യം പറയാൻ എനിക്ക് 8 മാസം മുമ്പത്തെ ആ ക്യാമറ ക്വാളിറ്റി ആയിരുന്നു കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിരുന്നത്. ഇപ്പോഴും നല്ല ഇംപ്രസീവ് ഫോട്ടോസ് തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ 10 MP ടെലിഫോട്ടോ ലെൻസിനൊക്കെ നിങ്ങൾ ഫോട്ടോസ് എടുക്കാന്ന് വെച്ചാൽ ഒരു DSLR ക്യാമറയിൽ ഫോട്ടോസ് എടുക്കണ മാതിരിയാണ് ഇത് തോന്നിക്കുക. പോർട്രേറ്റ് മോഡിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, 3x മോഡിൽ. അതുമാതിരി അൾട്രാ വൈഡ് ക്യാമറയിൽ നിങ്ങൾ ഫോട്ടോസ് എടുക്കുകയെന്ന് വെച്ചാൽ ഡേ ലൈറ്റ് കണ്ടീഷൻസ് നല്ല ഷാർപ്പായ ഇമേജസ് ആണ് എടുക്കുന്നത്. പിന്നെ വൈഡ് ആംഗിൾ ക്യാമറയിൽ നമുക്ക് നല്ല ഷാർപ്പായ ഇമേജസ് ആണ് കിട്ടാൻ പോകുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ ഡിസ്പൈറ്റ് ഹാവിംഗ് 10 MP ക്യാമറ, ഇവിടെ എൻ്റെ അടുത്ത് S21 FE ആണ്. S21 FEയിൽ 32 MP സെൻസറാണ്. നിങ്ങൾ ഒരിക്കലും MP അധികമാണ് വെച്ചിട്ട് ക്യാമറ ക്വാളിറ്റി നന്നാവുമെന്ന് വിചാരിക്കേണ്ടത്. ഇതിൽ 32 MP സെൻസർ ഉണ്ടായിട്ടും എൻ്റെ S23യുടെ 10 MP ക്യാമറ ഷാർപ്പ് ഇമേജസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലൈക്ക് സെൽഫി ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല ഷാർപ്പ് ഇമേജസ് എൻ്റെ S23യിലാണ് എനിക്ക് കാണാൻ കിട്ടിയിരിക്കുന്നത്. എൻ്റെ സെൽഫി ക്യാമറയും അത്യാവശ്യം നല്ലതാണ്. പിന്നെ നമുക്ക് റിയൽമിൻ്റെയും പിന്നെ MIൻ്റെ ഒക്കെ ആ ഫോണിലൊക്കെ കുറേ പേർക്ക് നമ്മൾ സെൽഫി എടുക്കുമ്പോൾ ഒരു വൈറ്റിഷ് ടോൺ വേണം. അത് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഫിൽറ്ററിൽ പോയിട്ടൊന്ന് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ക്യാമറ ക്വാളിറ്റി ഒരു ഡിസപ്പോയിൻമെൻറ്റും ഇല്ല. പക്ഷെ ഡിസപ്പോയിൻറ്റ്മെൻറ്റ് എവിടെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ സ്നാപ്ചാറ്റിൽ ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ, ഫേസ്ബുക്കിൽ, ട്വിറ്ററിൽ ഒക്കെ ഞാൻ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫോണിൽ നിന്ന് എടുത്ത ക്വാളിറ്റി ഉണ്ടാവില്ല. എന്തായാലും ആ പിക്ചർ ക്വാളിറ്റി അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി കുറച്ച് കംപ്രസ് ആയിട്ട് അതിൻ്റെ ക്വാളിറ്റി കുറയും. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പക്ഷേ അതേ സമയത്ത് ഇത് സാംസങ് ഗാലക്സി S23യുടെ പ്രശ്നം മാത്രമല്ല, ഇതെല്ലാം ആൻഡ്രോയിഡ് ഫോൺ ആയിക്കോട്ടെ, ഗൂഗിൾ പിക്സൽ ആയിക്കോട്ടെ, OnePlus ആയിക്കോട്ടെ, വിവോ ആയിക്കോട്ടെ, ഒപ്പോ ആയിക്കോട്ടെ, ഏത് ഫോൺ ആയിക്കോട്ടെ, നമ്മൾ വീഡിയോ എടുത്താലും വലിയ ഫോട്ടോസ് എടുത്താലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറയണതാണ്. പക്ഷെ അതേ സമയത്ത് എൻ്റെ അടുത്ത് iPhone 12 ഉണ്ടായിരുന്നു. iPhone 12 ഇപ്പോൾ കാണാനില്ല, ഇവിടെ വെച്ചിട്ടുണ്ട്. iPhone 12 ഞാൻ ഫോട്ടോസ് എടുത്തോട്ടെ, വീഡിയോസ് എടുത്തോട്ടെ, അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഫോണിൽ ഫോട്ടോ എടുത്ത ആ ക്വാളിറ്റിയിൽ തന്നെ അത് അപ്ലോഡ് ആവുന്നുണ്ട്. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ആവില്ല. അപ്പോൾ
ഇതിപ്പോ സാംസങ്ങിന്റെ ആയിക്കോട്ടെ, ഒപ്പോന്റെ ആയിക്കോട്ടെ, ഗൂഗിളിന്റെ ആയിക്കോട്ടെ, അവരുടെ പ്രശ്നം ഈ ഡെവലപ്പേഴ്സ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കണില്ലേ, ആ ഡെവലപ്പേഴ്സ് ശരിക്കും ഓപ്റ്റിമൈസ് ചെയ്യില്ല. ലൈക്ക് ഐഫോണിൽ നമുക്ക് ഒരു വർഷത്തിൽ എത്ര 3-4 ഫോൺ ഇറങ്ങണേ. പക്ഷെ ആൻഡ്രോയിഡ് ഒരു വർഷത്തിൽ സാംസങ്ങിൽ തന്നെ ആയിക്കോട്ടെ എത്ര ഫോണുകൾ ഇറങ്ങുന്നുണ്ട്, ഒപ്പോയിലായിക്കോട്ടെ, വിവോയിലായിക്കോട്ടെ. അതുകൊണ്ട് ഡെവലപ്പേഴ്സിന് അത്ര ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇതിന്റെ ക്യാമറ ക്വാളിറ്റി, മീൻസ് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ക്വാളിറ്റി കുറയുന്നത്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ, ലൈക്ക് നിങ്ങൾ ഐഫോണിന് ഒരു ഫോട്ടോ എടുക്കുക, സാംസങ്ങിന് ഒരു ഫോട്ടോ എടുക്കുക, നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് സാംസങ്ങിന്റെ ഫോട്ടോസ് ആവും ഇഷ്ടപ്പെടുക. ഇപ്പൊ ഞാൻ റീസെന്റ് ഐഫോൺ 15 ഒരു ഫോട്ടോ നോക്കി, S23 ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പേഴ്സണലി സാംസങ് ഗാലക്സി S23 ഫോട്ടോ ആണ് ഇഷ്ടപ്പെട്ടത്. അതേമാതിരി ഷോമി 14 ഫോട്ടോ എടുത്തപ്പോൾ എനിക്ക് S23 ക്യാമറ ക്വാളിറ്റിയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ലൈക്ക് ആ ഓപ്റ്റിമൈസേഷൻ ഉണ്ടല്ലോ, അത് പിന്നെ അവനവന്റെ പ്രിഫറൻസ് ആണ്. എനിക്ക് പേഴ്സണലി S23 ക്യാമറ ക്വാളിറ്റിയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതാണ് ചെറിയൊരു ഡ്രോബാക്ക്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ S23 പ്രശ്നം മാത്രമല്ല, എല്ലാ ആൻഡ്രോയിഡ് ഫോണിനും പ്രശ്നം ഇത് തന്നെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ക്യാമറ ക്വാളിറ്റി ഇത്തിരി കുറയും, പിക്ചർ ക്വാളിറ്റി ഇത്തിരി കുറയും. ഇനി അടുത്തത് ബിൽഡ് ക്വാളിറ്റി. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിനെ പറ്റി പറയാന്ന് വെച്ചാൽ, ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയാം, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഒരു ഫോൺ മേടിച്ചപ്പോൾ ഞാൻ ഈ ടെമ്പർ ഗ്ലാസ് ബാക്ക് കേസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ടെമ്പർ ഗ്ലാസും ബാക്ക് കേസും ഇടാതെ ഞാൻ 2 മാസത്തോളം യൂസ് ചെയ്തു. ഇതുവരെയ്ക്കും എനിക്കൊരു ഫ്രണ്ട് സ്ക്രീനിൽ സ്ക്രാച്ച് വന്നിട്ടില്ല, ബാക്കിലൊന്നും വന്നിട്ടില്ല. പിന്നെ ഒരു തവണ താഴത്ത് വീണിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്, പിന്നെ ഒന്നും പറ്റിയിട്ടില്ല എൻ്റെ ഫോണിന്. പിന്നെ അതേമാതിരി ബാത്റൂമിൽ ഒരു തവണ ബക്കറ്റിൻ്റെ ഉള്ളിൽ ഫോൺ വീണിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ പോയിട്ട് ബക്കറ്റിൽ ഇപ്പോൾ ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷെ ബക്കറ്റിൽ ഫുൾ ബക്കറ്റ് വെള്ളമായിരുന്നു, അതിൻ്റെ ഉള്ളിൽ വീണിട്ടും എൻ്റെ സാംസങ് ഗാലക്സി S23 ഒന്നും പറ്റിയിട്ടില്ല. അപ്പം എന്തായാലും ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. പക്ഷേ ഇവിടെ ചെറിയൊരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ബാക്ക് കേസ് ഇടാതെ നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നല്ല പ്രീമിയം ബിൽഡ് ക്വാളിറ്റി ഒക്കെയാണ് തോന്നിക്കുക. ഓൾറെഡി പ്രീമിയം ഫോൺ തന്നെയാണ്, പിന്നെ പ്രീമിയം തോന്നിക്കണമല്ലോ. പക്ഷേ നമ്മൾ ഒരു കുറച്ച് നേരം മൂവീസൊക്കെ വിത്തൗട്ട് ബാക്ക് കേസൊക്കെ ഇട്ട് കാണുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രെയിംസ് കുറച്ച് ഷാർപ്പാണ്. അപ്പോൾ ഷാർപ്പായതുകൊണ്ട് നമുക്ക് പിടിക്കുമ്പോൾ കുറേ നേരം പിടിക്കുമ്പോൾ അത് അൺകംഫർട്ടബിൾ ആയി തോന്നും. അതുകൊണ്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു ബാക്ക് കേസ് ഇടുക. ഓക്കെ. പിന്നെ ബാറ്ററി ലൈഫിനെ പറ്റി പറയാന്ന് വെച്ചാൽ, എൻ്റെ യൂസേജിൽ ഞാൻ ഗെയിംസ് ഒന്നും അധികം കളിക്കാറില്ല. എൻ്റെ യൂസേജിൽ എനിക്ക് 6 to 6.5 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. ലൈക്ക് ഞാൻ രാവിലെ 7 o'clock ചാർജ് ചെയ്യാന്ന് വെച്ചാൽ രാത്രി 10 മണിക്ക് എനിക്ക് ചാർജ് ചെയ്യേണ്ടി വരുമല്ലോ. 1 ഡേയുടെ ബാറ്ററി ലൈഫ് എന്തായാലും എനിക്ക് S23 കിട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഫുൾ ടൈം മൊബൈൽ ലൈക്ക് പബ്ജി, BGMI ഫുൾ ടൈം കളിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ഫോണിൻ്റെ ഉള്ളിലാണെങ്കിൽ ലൈക്ക് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ട്വിറ്ററിലേക്ക് പോവുക, ട്വിറ്ററിൽ നിന്ന് സ്നാപ്ചാറ്റിലേക്ക് പോവുക, സ്നാപ്ചാറ്റിന് ഫേസ്ബുക്കിലേക്ക് പോവുക, ഇങ്ങനെ ഫുൾ ടൈം യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം 2 തവണയെങ്കിലും ചാർജ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നിങ്ങൾ ജോബിന് പോവുകയാണോ, അതേമാതിരി കോളേജിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അത്ര ടൈം കിട്ടില്ല എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ബാറ്ററി ലൈഫ് എന്തായാലും കിട്ടും. എനിക്ക് എന്തായാലും ഒരു ദിവസത്തെ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. എനിക്ക് 6 to 6.5 hours സ്ക്രീൻ ഓൺ ടൈം ഈസിലി കിട്ടുന്നുണ്ട് ഇതിൽ. ഓക്കെ. അതുകൊണ്ട് ബാറ്ററിയിൽ എനിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഡിസ്പൈറ്റ് ഇറ്റ്സ് എ കോമ്പാക്ട് ഫോൺ, ഇതിൻ്റെ ബാറ്ററി ലൈഫ് എനിക്ക് നല്ല ഇംപ്രസീവ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു ഡ്രോബാക്കും ഉണ്ട്. അതെന്താ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ജിയോൻ്റെ സിമ്മിൽ 5G ഇടുക, 5G യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എയർടെലിൻ്റെ സിമ്മിൽ 5G യൂസ് ചെയ്യുക. 5G യൂസ് ചെയ്യുമ്പോൾ ബാറ്ററിയിൽ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, 5G യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ഞാൻ 4G യൂസ് ചെയ്യാന്ന് വെച്ചാൽ 4Gയിൽ എനിക്ക് ബാറ്ററി ഡ്രെയിനും കാണാൻ കിട്ടാറില്ല. 5Gയിലാണ് ഈ പ്രശ്നം. 5G ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ ബാറ്ററി ഡ്രെയിൻ പെട്ടെന്ന് ഡൗൺ ആവും. ആ ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് സാംസങ് ഗാലക്സി S23. പിന്നെ വേറൊരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ 5% ആയി കഴിഞ്ഞാൽ സാംസങ് S23 പ്രശ്നം മാത്രമല്ല, എല്ലാ സാംസങ് ഫോണിലും ഈ പ്രശ്നമുണ്ട്. 5% ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഒരു 2 മിനിറ്റോ 3 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി ഫോൺ സ്വിച്ച് ഓഫ് ആവും. ആ ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേസമയം എൻ്റെ അടുത്ത് റിയൽമി X7 Max ഉണ്ട്. 1%ലും അത് ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 45 മിനിറ്റ്സ് വർക്ക് ചെയ്തത് എന്ത് യൂസ് ചെയ്താലും. അപ്പോൾ അങ്ങനെയാണ്. ആ ചെറിയ ഡ്രോബാക്കും കൂടി എനിക്കുണ്ട് സാംസങ്ങിൻ്റെ ഫോണിൽ. പിന്നെ AI ഫീച്ചേഴ്സ് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാറുണ്ട്. സാംസങ്ങിൻ്റെ കീബോർഡിൽ ഒരു AI ഫീച്ചർ ഉണ്ടല്ലോ, കമ്പോസർ, പിന്നെ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ, അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അത് ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ബാക്കി AI ഫീച്ചേഴ്സ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. നിങ്ങൾ വേറെ നിങ്ങൾ AI ഫണ്ടിന് വേണ്ടിയിട്ട് വേറെ AI ഫീച്ചേഴ്സ് വേണമെങ്കിൽ ടൈം പാസിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോൺ റിലയബിൾ ആണ്.
ഇപ്പോൾ ഈ 8 മാസം ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. 8 മാസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഈ ഫോൺ ഇതുവരെ എനിക്ക് ഡിസപ്പോയിന്റ് ആയിട്ടില്ല. ലൈക്ക് ഇൻ ടേംസ് ഓഫ് നെറ്റ്വർക്ക് ക്വാളിറ്റി, ഇൻ ടേംസ് ഓഫ് ക്യാമറ, ഇൻ ടേംസ് ഓഫ് ബാറ്ററി, ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ്, എനിക്ക് ഇതിൽ ഒരു തോണെങ്കിലും എനിക്ക് ഈ ഫോണ് ഡിസപ്പോയിന്റ് ആക്കിയിട്ടില്ല. അത്രയും റിലയബിൾ ആയ ഫോണാണ് സാംസങ് ഗാലക്സി S23. ഇനിയിപ്പോൾ നെറ്റ്വർക്ക് ക്വാളിറ്റിനെ പറ്റി പറയാന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് iPhone 12 ഉണ്ട്, S21 FE ഉണ്ട്, പിന്നെ ഏതാ റിയൽമി X7 Max ഉണ്ട്. ഈ ഫോണുകളൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. പിന്നെ SCMA ഫോൺ 1 ഉണ്ട്. നെറ്റ്വർക്ക് ക്വാളിറ്റിനെ പറ്റി പറയാന്ന് വെച്ചാൽ ജിയോൻ്റെ 5G നെറ്റ്വർക്ക് എനിക്ക് വീട്ടിൻ്റെ ഉള്ളിലിരുന്നാലും സാംസങ് ഗാലക്സി S23ലാണ് കിട്ടുന്നത്. നത്തിങ് ഫോണിലും കിട്ടുന്നുണ്ട് കേട്ടോ, CMA ഫോൺ 1 അതിലും കിട്ടുന്നുണ്ട്. ബാക്കി iPhone 12 ആയിക്കോട്ടെ, S21 FE ആയിക്കോട്ടെ, റിയൽമി X7 Max ആയിക്കോട്ടെ, അതിലൊന്നും എനിക്ക് 5Gയുടെ നെറ്റ്വർക്കേ കിട്ടാറില്ല വീട്ടിൻ്റെ ഉള്ളിൽ. പക്ഷെ പിന്നെ 5Gയുടെ നെറ്റ്വർക്ക് സ്പീഡും അത്യാവശ്യം നല്ലതാണ് S23 വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നാലും. അപ്പോൾ അത്യാവശ്യം നല്ല നെറ്റ്വർക്ക് സ്പീഡാണ് സാംസങ് ഗാലക്സി S23. പിന്നെ ചാർജിങ് സ്പീഡിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ 4% to 100% ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 1 hour 10 minutes ആണ് പഠിക്കുന്നത് വിത്ത് ഇറ്റ്സ് ഒഫീഷ്യൽ ചാർജർ, 25 വാട്ടിൻ്റെ ഒഫീഷ്യൽ ചാർജർ. അപ്പോൾ ചാർജിങ് സ്പീഡ് കുറച്ച് കുറവാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. പിന്നെ ഞാൻ രാത്രി മൊത്തമാണ് ചാർജിങ്ങിൽ വെക്കാറ്, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. 10 മണി കഴിഞ്ഞാൽ ഞാൻ ഫുൾ ചാർജിങ്ങിൽ കിട്ടും, 7 മണിയാകുമ്പോൾ ഞാൻ ചാർജിന് എടുക്കും. അതുകൊണ്ട് എനിക്ക് ഈ ചാർജിങ് സ്പീഡിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. പിന്നെ വേറെ എന്താ പറയാനുള്ളത്, വേറെ ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും പറയാനില്ല. അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറ്റിയിട്ട് അറിയണമെങ്കിൽ താഴത്ത് കമന്റ് ബോക്സിൽ എഴുതുക, അതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ പറ്റി പറയാന്ന് വെച്ചാൽ എല്ലാ മാസവും കറക്റ്റായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഡെലിവറി ചെയ്യുന്നുണ്ട് സാംസങ്. അതിപ്പോൾ സാംസങ് ഗാലക്സി S23 മാത്രമല്ല, എല്ലാ സാംസങ് ഡിവൈസസിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ടൈംലി ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. പിന്നെ ഇത് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് റിവീൽ ചെയ്യണത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.